ഓരോരുത്തരും കടന്നു വന്ന വഴികളിൽ കലാലയ രാഷ്ട്രീയം, യുവജന രാഷ്ട്രീയം, കവല രാഷ്ട്രീയം, പാർലമെന്റ് ജനാധിപത്യത്തിലേക്കുള്ള മത്സര രാഷ്ട്രീയങ്ങളും ഒക്കെ കണ്ടും കേട്ടുമാണ് നമ്മൾ വളർന്നു വന്നത്. അന്നൊന്നും പക്ഷഭേദമില്ലാതെ ചെറുതും വലുതുമായ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളെ നമ്മൾ നെഞ്ചേറ്റാറുണ്ട്. കാരണം രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ എല്ലാം ഗതി മാറിയിരിക്കുന്നു. ഇന്നത്തെ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ നിലവിലുള്ള ഭരണ സംവിധാനത്തെ എതിർക്കുന്ന തരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും അല്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകരുടെ പ്രസംഗങ്ങൾ മാത്രമാണ്. അത് നാടിനെയും രാഷ്ട്രത്തെയും ലോകത്തുമുള്ള മുഴുവൻ സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറച്ചിലായതുകൊണ്ട് മാത്രമാണ്. അതിലൊരാളാണ് എം സ്വരാജ്. അദ്ദേഹം ഇന്ന് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ജയിക്കേണ്ടത് മലയാളികളുടെ ആവശ്യവുമാണ്. എന്നാൽ ചിലരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ രാഷ്ട്രീയത്തോട് തന്നെ നമുക്ക് വെറുപ്പുളവാക്കുന്നതാണ്. അത്തരത്തിലൊരു പ്രസംഗമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റേത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളും രാഷ്ട്രീയ പ്രസംഗങ്ങളുമൊക്കെ ഒരുപാട് രാഷ്ട്രീയ പ്രതിപക്ഷ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളും വാർത്താക്കുറിപ്പുകളും മനുഷ്യനെ, മലയാളികളെ മുഴുവൻ വെറുപ്പിക്കുന്ന തരത്തിൽ